ഈ വാട്സപ്പ് ഈ പറയുന്ന ഏത് ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ ആദ്യം ലഹരി നമ്പർ 1 അധ്യായം എന്ന് പറഞ്ഞ സാധനം തുടങ്ങുക. അത് ഇതാ നമ്മൾ ഈ ലഹരി എന്റെ മോൻ കൃത്യസമയത്ത് സ്കൂൾ വിട്ട് വീട്ടിൽ എന്റെ മോനുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടുന്നു. മക്കളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ലഹരി എന്ന് പറയുന്നത് സൈബർ അഡിക്ഷനാണ്. യാതൊരു സംശയം വേണ്ട. ഒരു കുട്ടി ഭാഗവരാതി ഇരട്ടി കുടുംബശ്രീയിൽ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം അമ്മയും മോളൊക്കെ ഉണ്ട്, കവരക്കര കുട്ടികളുടെ അമ്മയുണ്ട് മക്കളുണ്ട്. ഒരു കുട്ടി പെട്ടെന്ന് എഴുതിയിട്ട് സാർ കുറേ സമയം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഇതിനെ കുറിച്ച് പറയുന്നു. അതേപോലെ എനിക്കൊരു കാര്യം പറയണം. എന്നോടല്ല ഇത് കൂടുതൽ പറയേണ്ടത് എന്റെ പ്രായക്കാരോട്. ഞാൻ വിചാരാണ് എന്റെ അമ്മയോടാണ്. അമ്മ 24 മണിക്കൂർ കുത്തി 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 കളിക്കുന്നത്. അമ്മ കുത്തി 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 കളിച്ചാൽ മക്കളോട് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ടാങ്കുള്ള പൈപ്പിൽ ഒരു ചെറിയ മോളോട് നമ്മൾ പറയാറില്ല, ചേച്ചി പറയത്തില്ല മൊബൈൽ ഫോൺ എടുത്ത് കളിക്കല്ല, കണ്ണു പൊട്ടിപ്പോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതവര് മോളോട് PG ഞാൻ തിരിഞ്ഞിട്ട് പെട്ടെന്ന് ദൂരെ അപ്പൊ ചെറിയ മക്കളുടെ താരത്തിൽ കിടക്കുന്ന അമ്മേന്റെ പണിയിൽ കിടക്കുന്ന ഈ ചെറിയ കുട്ടികളൊക്കെ പറയില്ല ചെറിയ പ്രായത്തിൽ കണ്ണു പൊട്ടിപ്പോയ കണ്ണു പോയത്. അത് സത്യം തന്നെയാണ്. പക്ഷെ ആ സത്യം നമ്മൾ മക്കളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് മക്കളായിലേക്ക്. എന്നിട്ടെന്താ അമ്മേന്റെ കണ്ണ് വെട്ടാത്തത്, എന്നിട്ടെന്താ അച്ഛന്റെ കണ്ണ് വെട്ടാത്തത്? ഒരു വിഷയം നമ്മൾ മക്കളോട് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. പണ്ട് വൈകുന്നേരം സന്യാസികൾ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പൂമുഖവാതിക്കൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കും. പഴയ ഒരു ഗ്രാമീണ അന്തരീക്ഷമൊക്കെ. എന്റെ പ്രിയപ്പെട്ടേട്ടൻ 6 മണിയൊന്നും എത്തിയിട്ടില്ല, 6:05 ആകെ ടെൻഷനായി പൂമുഖവാതിക്കൽ ഭർത്താവിനെ കാത്തു നിൽക്കുന്ന അതിസുന്ദരമായ ഗ്രാമീണ കാഴ്ചകൾ എത്ര മനോഹരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി പറയുന്നത് കമ്പിലുമായിട്ട് അല്ലെങ്കിൽ കുളച്ചൊരു മുമ്പായിട്ട് യാതൊരു ബന്ധമില്ല, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, വേറൊരു സ്ഥലത്തെ കഥ ഞാൻ പറയുന്നത്.